നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അമേരിക്കയെ വിറപ്പിച്ച് ചുഴലിക്കാറ്റ്. ആഞ്ഞടിച്ച ചുഴലിക്കാറ്റിൽ കനത്ത നാശനഷ്ടങ്ങളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തെക്കുകിഴക്കൻ സംസ്ഥാനമായ കെന്റക്കിയിൽ 50 പേർ മരിച്ചതായി ഗവർണർ ആൻഡി ബഷീർ അറിയിച്ചു. ദുരന്തത്തിന് പിന്നാലെ കെന്റക്കിയിൽ ഗവർണർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിനു മുൻപ് ഇതുപോലൊരു പ്രതിസന്ധി നേരിട്ടിട്ടില്ല എന്നും മരണം 100 വരെ ഉയർന്നേക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. ഇലിനോയിസിൽ ആമസോൺ വെയർഹൌസിൽ 100ഓളം തൊഴിലാളികൾ കുടുങ്ങിപ്പോയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവരെ പുറത്തെത്തിക്കാനുള്ള രക്ഷാപ്രവർത്തനം തുടരുകയാണ്. മെയ്ഫീൽഡിലും കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ. മെയ്ഫീൽഡിലെ മെഴുകുതിരി ഫാക്ടറി തകർന്നു. നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം. ആർക്കൻസസ്, ഇലിനോയിസ്, കെന്റക്കി, ടെനസി, മിസോറി തുടങ്ങിയ 5 സംസ്ഥാനങ്ങളിൽ ചുഴലിക്കാറ്റ് ശക്തമായ നാശനഷ്ടമുണ്ടാക്കിയതായാണ് വിവരം. യുഎസിലെ 5 സംസ്ഥാനങ്ങളിൽ ഒറ്റ രാത്രിയിലാണ് ചുഴലിക്കാറ്റുകൾ ആഞ്ഞടിച്ചത്. ശനിയാഴ്ച രാവിലെ നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ മിഡ്വേ സിറ്റിയിലും തെക്കൻ യുഎസിലും ഉടനീളമുള്ള കമ്മ്യൂണിറ്റികൾ നെട്ടോട്ടമോടുകയായിരുന്നു. 200 മൈലിലധികം വേഗത്തിലടിച്ച ചുഴലിക്കാറ്റിന്റെ പാതയിൽ കുറഞ്ഞത് 50 പേരെങ്കിലും മരിച്ചെന്നും വരും മണിക്കൂറുകളിൽ സംസ്ഥാനത്തെ മരണസംഖ്യ 70ആയി ഉയരാൻ സാധ്യതയുണ്ടെന്നും കെന്റക്കി ഗവർണർ പറഞ്ഞു. വെള്ളിയാഴ്ച രാത്രിയും ശനിയാഴ്ച രാവിലെയും കുറഞ്ഞത് 5 സംസ്ഥാനങ്ങളിലായി 30ലധികം ചുഴലിക്കാറ്റുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൊടുങ്കാറ്റുകൾ വീടുകൾ, പള്ളികൾ, ബിസിനസ്സുകൾ എന്നിവ ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതാക്കി. മറിഞ്ഞ കാറുകളും വാനുകളും ഒരു കാലത്ത് വീടുകൾ നിലനിന്നിരുന്ന ലോഹങ്ങളുടെയും ഇഷ്ടികകളുടെയും മരങ്ങളുടെയും കൂമ്പാരമായി. അർക്കൻസാസ്, ഇലിനോയിസ്, കെന്റക്കി, മിസോറി, ടെന്നസി എന്നിവയുൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെങ്കിലും വെള്ളിയാഴ്ച രാത്രി ചുഴലിക്കാറ്റ് വീശിയടിച്ചതായി ദേശീയ കാലാവസ്ഥാ സേവനത്തിന്റെ ഭാഗമായ സ്റ്റോം പ്രൊഡിക്ഷൻ സെന്ററിലെ ഓപ്പറേഷൻസ് മേധാവി ബിൽ ബണ്ടിംഗ് പറഞ്ഞു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും നാശം വിതച്ചുകൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ സംവിധാനത്തിന്റെ ഭാഗമാണ് ഈ ചുഴലിക്കാറ്റുകൾ. ഇത് മുകളിലെ മിഡ്വെസ്റ്റിന്റെയും പടിഞ്ഞാറ് ഗ്രേറ്റ് ലേക്കുകളുടെയും ഭാഗങ്ങളിൽ ഗണ്യമായ മഞ്ഞുവീഴ്ചയ്ക്ക് കാരണമാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കൊടുങ്കാറ്റ് ഒരു ആമസോൺ വെയർഹൌസിന്റെ ഒരു പ്രധാന ഭാഗത്തിന് വിനാശകരമായ നാശനഷ്ടങ്ങൾക്ക് കാരണമായതായി ഇലിനോയ്സിലെ എഡ്വേഴ്സിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ശനിയാഴ്ച പുലർച്ചെ പറഞ്ഞു. അവിടെ എത്ര പേർ മരിച്ചുവെന്നത് വ്യക്തമായി അറിവായിട്ടില്ല. തിരച്ചിൽ, രക്ഷാപ്രവർത്തനം എന്നിവ നടക്കുകയാണെന്നും അടുത്ത ബന്ധുക്കളെ അറിയിച്ചിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. ടെന്നസിയിൽ ലേക്ക് കൌണ്ടിയിൽ 2 പേരും സംസ്ഥാനത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഒബിയോൺ കൌണ്ടിയിൽ ഒരാളും മരിച്ചതായി ടെന്നസി എമർജൻസി മാനേജ്മെന്റ് ഏജൻസിയുടെ വക്താവ് ഡീൻ ഫ്ലെനർ പറഞ്ഞു. ശനിയാഴ്ച രാവിലെ വരെ ടെന്നസിയിൽ 1,32,000-ലധികം വീടുകളും, കെന്റക്കിയിൽ 60,000-ഓളം വീടുകളും, അർക്കൻസാസിൽ 25,000-ലധികം വീടുകളും, ഇലിനോയിസിൽ ഏകദേശം 24,000-ഓളം വീടുകളും, മിസോറിയിൽ 10,000-ഓളം വീടുകളും വൈദ്യുതി മുടങ്ങിയതായാണ് റിപ്പോർട്ട്. മോണറ്റ് നഗരത്തിൽ രാത്രി 8:15ഓടെ ചുഴലിക്കാറ്റ് ആഞ്ഞടിക്കുകയായിരുന്നു. ഇവിടെ തിരച്ചിൽ രക്ഷാപ്രവർത്തകരിൽ ഒരാൾ മരിച്ചതായും 5 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റതായും കണ്ടെത്തി. നാഷണൽ വെതർ സർവീസ് അനുസരിച്ച് ശക്തമായ ഇടിമിന്നലുണ്ടായതിനു ശേഷം ആഞ്ഞടിച്ച ചുഴലിക്കാറ്റ് ഈ പ്രദേശത്ത് കനത്ത നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. ശക്തമായ ആലിപ്പഴം വീഴ്ത്തിയതിനു ശേഷമാണ് അർക്കൻസാസിൽ നാശനഷ്ടമുണ്ടായത്. കെന്റക്കിയിലെ ഗവർണർ ആൻഡി ബഷീർ വെള്ളിയാഴ്ച അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചുഴലിക്കാറ്റുകൾ 200 മൈലിലധികം നീളുന്ന പാതയിലൂടെ മരണവും നാശവും അഴിച്ചുവിടുകയായിരുന്നു. ഇത് സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ ഒന്നായി ഉയർന്നുവെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇതിനകം സംസ്ഥാനത്തുടനീളമുള്ള കൌണ്ടികളിൽ രക്ഷാപ്രവർത്തകർ അണിനിരന്നു. ഇടിഞ്ഞു വീഴാറായ വീടുകളിലും കെട്ടിടങ്ങളിലും കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ കണ്ടെത്താൻ ഇരുട്ടിനോടും ശക്തമായ കാറ്റിനോടും ശക്തമായ മഴയോടും പോരാടുകയായിരുന്നു അവർ. സംസ്ഥാനത്തിന്റെ പടിഞ്ഞാറൻ കോണിലുള്ള 10,000-ഓളം ആളുകൾ താമസിക്കുന്ന മെയ്ഫീൽഡിലാണ് ഏറ്റവും മോശമായ നാശം സംഭവിച്ചത്. ചുഴലിക്കാറ്റ് വീശിയടിച്ചപ്പോൾ പ്രദേശത്തെ മെഴുകുതിരി ഫാക്ടറിയിൽ 110 പേരെങ്കിലും ഉണ്ടായിരുന്നു. കൊടുങ്കാറ്റിനെ തുടർന്ന് ഒരു ചരക്കു ട്രെയിനും പാളം തെറ്റി. എന്നാൽ ആളുകൾക്ക് പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പടിഞ്ഞാറൻ മാഡിസൺ വില്ലെ നഗരത്തിൽ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ജീവനക്കാർക്ക് പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കൊടുങ്കാറ്റുകളുടെ എണ്ണം 1974-ലെ സൂപ്പർ പ്രകൃതി ദുരന്തത്തെ മറികടക്കുമെന്നാണ് പറയുന്നത്. നിലവിൽ ഒരു കൊടുങ്കാറ്റിന്റെ ട്രാക്കിന്റെ നീളം 1925-ലെ ചുഴലിക്കാറ്റ് പൊട്ടിപ്പുറപ്പെട്ടതിന് തുല്യമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത്. ഇത് തെക്കൻ മിഡ്വെസ്റ്റേൺ സംസ്ഥാനങ്ങളുടെ മുറിച്ചുകടന്നപ്പോൾ 100 ആളുകളുടെ ജീവനാണ് എടുത്തത്. അപകടത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.